ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ് കേട്ടോ. അച്ചാറെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം മൂറും. അതുപോലെ വായിൽ വെള്ളം മൂറേണ്ട ഒരു അച്ചാറാണിത്. നമ്മുടെ ചെറുനാരങ്ങയും ഈന്തപ്പഴവും നെല്ലിക്കയും എല്ലാം ചേർത്തിട്ടൊരു അച്ചാർ. സാധാരണ നമ്മൾ മിക്സഡ് പിക്കിൾസ് പലതും ചെയ്യാറുണ്ട്. പക്ഷേ ചെറുനാരങ്ങയും നെല്ലിക്കയും ഈന്തപ്പഴവും കൂടി ചേരുമ്പോൾ ചെറുനാരങ്ങയുടെ ആ പുളിയും നെല്ലിക്കയുടെ ചെറിയൊരു കയ്പുണ്ടല്ലോ, നെല്ലിക്ക ആദ്യം കഴിക്കുമ്പോൾ ചെറിയൊരു കയ്പും പിന്നെ കഴിക്കുമ്പോൾ മധുരമാണല്ലോ, ആ ഒരു ടേസ്റ്റും ഈന്തപ്പഴത്തിൻ്റെ മധുരവും നമ്മുടെ എരിവും എല്ലാം ചേർന്നിട്ട് നല്ലൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. അതിനുശേഷം നല്ലെണ്ണ ചൂടാക്കി അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയ നല്ലെണ്ണയിൽ മുക്കിയ ഒരു തുണി ഒന്ന് നനച്ചിട്ട് അച്ചാറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മോശമായി പോവാതിരിക്കും കേട്ടോ. അത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. 1 വർഷമോ 2 വർഷമോ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളം ചേർക്കാതിരിക്കുക. വെള്ളം ചേർത്ത് അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2-3 ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അത് എല്ലാ അച്ചാറുകൾക്കും ബാധകമാണ്. നമ്മളിപ്പോൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ പുറമെ വെച്ചിരുന്നാലും മോശമായി പോവില്ല. എന്താണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 2-3 വർഷം മുന്നേ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാർ, നമ്മുടെ ചെറുനാരങ്ങ ഈന്തപ്പഴം ചേർത്തിട്ടുള്ള അച്ചാർ ഇപ്പോഴും തീരാതെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭരണിയിൽ റൂമിൽ പുറത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നല്ല വെച്ചിരിക്കുന്നത്. അതൊരിക്കലും മോശമായി പോകാത്ത അച്ചാറാണ്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് അച്ചാർ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. അച്ചാറുകൾ പഴകുന്തോറുമാണ് ടേസ്റ്റ് കൂടുതൽ വരിക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ നെല്ലിക്കയും നാരങ്ങയും ഈന്തപ്പഴം ചേർത്ത് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക്, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 ഉണ്ട വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2 ഉണ്ട എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 3 എണ്ണം എടുക്കുക കേട്ടോ. കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പില, 3-4 തണ്ട് കറിവേപ്പില ചേർക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് നെല്ലിക്കയും ചെറുനാരങ്ങയും കഴുകി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് തുടച്ച് ഇതിലെ വെള്ളം മാറ്റിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങയുടെ കയ്പ്പ് പോകണം. അതുപോലെ തന്നെ നെല്ലിക്ക കുക്കായി കിട്ടണം, ചെറുനാരങ്ങയും കുക്കായി കിട്ടണം. അതിനാണ് നമ്മൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കുന്നത്. അതിന് ശേഷം ഈന്തപ്പഴത്തിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തല്ലാട്ടോ എടുക്കുന്നത്, നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം റെഡി ആവേണ്ട അച്ചാറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനായിട്ട്. ചതച്ച് ചേർക്കുകയാണെങ്കിൽ വേഗം തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഇത് ആദ്യം ആവി കയറ്റാൻ വയ്ക്കട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെല്ലിക്കയാണ്. നെല്ലിക്ക തൊലി ചുരുണ്ട് വരുന്നത് വരെ ഒന്ന് ആവി കയറ്റിയെടുത്തിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ്. ആ നെല്ലിക്കയിലുള്ള ലൈൻ അനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ ആക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെറുനാരങ്ങ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആവി കയറി ചെറുനാരങ്ങ ഒന്ന് ചെറിയ പൊട്ടൽ വരും ചെറുനാരങ്ങയിൽ. ആ പൊട്ടൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. ഈന്തപ്പഴം സീഡ്സ് റിമൂവ് ചെയ്തിട്ട് അതും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ തന്നെ ചേർക്കണം, നമ്മുടെ എള്ളെണ്ണ. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എള്ളെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. ഞാൻ കുറച്ചധികം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനിയും എണ്ണ ഒഴിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അച്ചാറിന് നല്ലെണ്ണയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുപോലെ തന്നെ അച്ചാർ മോശമാവാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് എണ്ണയിൽ നമ്മുടെ ഈന്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ നെല്ലിക്കയും നാരങ്ങയൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആയതാണ്. ഈന്തപ്പഴം ഒട്ടും കുക്കായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈന്തപ്പഴം ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഈന്തപ്പഴമൊക്കെ സോഫ്റ്റായി വന്നോളും. അത് എളുപ്പത്തിൽ സോഫ്റ്റായി കിട്ടാനും അത് മോശമാവാതിരിക്കാനാണ് നമ്മളെല്ലാം എണ്ണയിൽ വഴറ്റി മാറ്റി വയ്ക്കേണ്ടി വരുന്നത്. എല്ലാം എണ്ണയിൽ വഴറ്റിയിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ അച്ചാർ ഒരിക്കലും മോശമായി പോവില്ല കേട്ടോ. 1 വർഷം വരെ ഇരുന്നാലും മോശമായി പോവില്ല അച്ചാർ. അതുപോലെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നനവുള്ള സ്പൂണോ നനവുള്ള പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അച്ചാർ ഇട്ട് വയ്ക്കുന്ന പാത്രം നനവുണ്ടാവരുത്, നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അതുപോലെ അച്ചാർ എടുക്കുന്ന സ്പൂണുകളും നനവില്ലാതെ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ മോശമായി പോവാതെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഇത് കണ്ടോ, ഇതുപോലെ ഒന്നായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരും.
ഇതിലേക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു പിടി ഉണക്കമുന്തിരിയും കൂടി ചേർക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അതൊക്കെ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഈന്തപ്പഴം എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. നെല്ലിക്കയും ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വഴറ്റുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ചെറിയ ബർണറിൽ വെച്ചിട്ട് നമുക്കൊന്ന് എല്ലാം വഴറ്റിയെടുക്കാം ഇതുപോലെ. ഈ അച്ചാർ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നതിനേക്കാൾ ചെറിയൊരു പ്രോസസ്സിങ് കൂടുതലാണെന്നുണ്ടെങ്കിലും പക്ഷേ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അച്ചാർ ലാസ്റ്റ് ചെയ്യുന്നതും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ എല്ലാം വഴറ്റിയെടുക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് നെല്ലിക്കയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, ഉപ്പൊക്കെ പിന്നീടേ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു മധുരവും നല്ലൊരു പുളിയും എരിവും നാരങ്ങയുടെ ടേസ്റ്റും നെല്ലിക്കയുടെ ടേസ്റ്റും എല്ലാം വരുമ്പോൾ അച്ചാർ നല്ല പെർഫെക്റ്റ് അച്ചാറാണ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള അച്ചാർ. അതിപ്പോഴും ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് 2 വർഷത്തിന് മേലെയായി, ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു അച്ചാർ. ഇനി ഇത്രയും ബാക്കിയുണ്ട്. ആ ഒരു അച്ചാറാണ് ഇത്, 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുവരെ മോശമായിട്ടില്ല കേട്ടോ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അച്ചാർ മോശമായി പോകുന്നു എന്ന് പരാതി പറയുന്നവർ ഈ രീതിയിലൊന്ന് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും മോശമായി പോവില്ല. അതിനു വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മുടെ ചെറുനാരങ്ങയാണ് അടുത്തതായിട്ട് വഴറ്റിയെടുക്കാൻ പോകുന്നത്. ചെറുനാരങ്ങയുടെ ജ്യൂസ് ഉണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ. ആ ജ്യൂസ് ഇല്ലാതെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജ്യൂസ് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഈ ജ്യൂസ് കളയണ്ട, നമുക്കിത് ആവശ്യമുള്ളതാണ്. ഈ നാരങ്ങയിലൊക്കെയുള്ള വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് മാറിപ്പോവാനാണ് നമ്മൾ ഇതുപോലെ വഴറ്റി റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ തുടച്ചിട്ടാണ് നാരങ്ങ കട്ട് ചെയ്യുന്നതെങ്കിലും പക്ഷെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും നാരങ്ങയിലൊക്കെ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചത് വേണം. വറുത്ത് പൊടിച്ചത് തന്നെ ആയിരിക്കണം കേട്ടോ. ഉലുവ പൊടി വെറുതെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, അച്ചാർ മോശമായി പോകാൻ സാധ്യതയുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി, നിങ്ങൾ കായം വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഞാനിപ്പോൾ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ കർക്കിടകമാണ്, ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു അച്ചാർ ഉപയോഗിച്ചിട്ട് സദ്യ വിളമ്പാം. പിന്നെ സദ്യയ്ക്ക് ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല കേട്ടോ, ഞാൻ ചോറിന് കറിയായിട്ടും കൂടി ഉദ്ദേശിച്ചിട്ട് റെസിപ്പി ചെയ്യുന്നേ ഉള്ളൂ. സദ്യയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന റെസിപ്പി തന്നെയാണ്. നാരങ്ങ അച്ചാറിൻ്റെ കൂടെ നെല്ലിക്കയും ഈന്തപ്പഴവും ഒക്കെ ചേരുമ്പോൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറല്ലേ, ഒരു വെറൈറ്റി അച്ചാറായിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ കണ്ടോ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തീർന്നു. ഇനി നമുക്ക് ഈ നാരങ്ങയും കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അച്ചാറിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം. ഇതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാരങ്ങയുടെ ആ ഒരു വഴറ്റിലൊക്കെ കഴിഞ്ഞുകൊണ്ട് ചട്ടിക്ക് കുറച്ച് ചൂട് കുറവായിരിക്കും, എണ്ണയ്ക്കൊന്ന് ചൂട് കുറവായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കടുക് ചേർക്കാം കേട്ടോ. അച്ചാറാകുമ്പോൾ കടുകൊക്കെ കുറച്ച് വേണം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കടുക് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അടച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്താണ് ചേർക്കുന്നതെങ്കിൽ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. നമ്മുടെ പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നിട്ട് ചേർക്കുക, പൊട്ടിത്തെറിക്കും. പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ധാരാളമായിട്ട് ചേർക്കുക. ഒരു 3-4 തണ്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം.
ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഉടനെ ഉപയോഗിക്കരുത് കേട്ടോ. അത് മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും. നമ്മുടെ അച്ചാറിലേക്കൊക്കെ വേഗം പിടിക്കുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചോപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി എണ്ണ വേണം. പിന്നെ നിങ്ങൾക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളം ചേർക്കാം കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത് അച്ചാറിലേക്ക് ഒരിക്കലും. നന്നായിട്ട് തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയുടെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 150 ml എണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എണ്ണയിലൊക്കെ വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ അത്രയും എണ്ണ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എണ്ണ ചേർത്താലേ നമ്മുടെ അച്ചാർ മോശമാവാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരണം. ഓരോ പൊടികളുമായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്, എല്ലാ പൊടികളും ഒരുമിച്ച് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പൊടികളുടെയും കുക്കിംഗ് ടൈം വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കളറിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അളവ് കുറച്ച് ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഞാൻ പറയുന്ന അളവിൽ ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ അച്ചാറിന് നല്ല കളർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പകുതി കാശ്മീരി ചില്ലി പൗഡറും പകുതി എരിവുള്ള മുളക് പൊടിയായിട്ട് ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി അവോയ്ഡ് ചെയ്തിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്. ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. അത് നമുക്ക് എത്ര കളർ വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയിൽ മുളക് പൊടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാക്കുക. മുളക് പൊടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ അച്ചാറിന് കളർ കൂട്ടാനായിട്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം. മുളക് പൊടി കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് കുക്കിംഗ് ടൈം കുറവാണ്. കാശ്മീരി ചില്ലി പൗഡറിനാണ് കുക്കിംഗ് ടൈം കൂടുതലുള്ളത്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങയും നെല്ലിക്കയും. ഈ സമയത്താണ് നമ്മൾ നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറിലേക്ക് നമ്മുടെ അച്ചാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. കുറച്ച് വിനീഗറൊക്കെ വേണം കേട്ടോ. നാരങ്ങയ്ക്ക് പുളിയുള്ളതാണ് എങ്കിലും കുറച്ച് വിനീഗറൊക്കെ ചേർത്താലേ നമ്മുടെ ആ ഈന്തപ്പഴത്തിലേക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മുടെ വിനീഗർ. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഞാൻ ഈ അച്ചാറിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വിനീഗർ കൂടുതൽ ചേർക്കുന്നത്. നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ച് ചേർക്കുക. ഒരു 1/2 കപ്പൊക്കെ വിനീഗർ ചേർത്താൽ മതി. അല്ലെങ്കിൽ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് എത്ര ഗ്രേവി വേണം അച്ചാറിന് എന്നുള്ളതനുസരിച്ച് നമുക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് മിക്സായി വരണം. ഉപ്പ് ചേർക്കണം. അച്ചാറിനൊക്കെ ആകുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പും നമ്മുടെ ഒരു പ്രിസർവേറ്റീവ് ഏജൻ്റാണ്. നമുക്ക് അച്ചാർ മോശമായി പോവാതിരിക്കാനുള്ള ഒരു പ്രിസർവേറ്റീവാണ് നമ്മൾ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണോ? പുളി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ എന്ന്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് മുളക് പൊടി എണ്ണയിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അച്ചാർ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ സൂക്ഷിച്ച് വെക്കുന്നത് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തിളപ്പിച്ച് ചൂട് മാറ്റി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ അച്ചാർ മോശമാവില്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഞാൻ
പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. നിങ്ങൾ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒട്ടും തന്നെ മോശമായി പോവില്ല അച്ചാർ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ ഒട്ടും മോശമായി പോവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി ഉപ്പും വേണം, കുറച്ചുകൂടി മധുരവും വേണം. 1 ടീസ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇത് ഉപ്പും എരിവും പുളിയും എല്ലാം ഒരേപോലെയുള്ള അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ നമ്മുടെ അച്ചാർ പാകത്തിന് റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അച്ചാർ തിളച്ച് വരും. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാറുണ്ടോ, നിങ്ങൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മോശമായി പോകാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ അച്ചാർ മോശമായി പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാത്രത്തിലൊക്കെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ചൂട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. ആവിയൊക്കെ നന്നായിട്ട് പോകണം, നന്നായിട്ട് ചൂട് മാറിയിട്ട് മാത്രം എടുത്തു വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.